നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ADGP ആയ MR അജിത് കുമാറിനെ കുറിച്ചാണ്. MR അജിത് കുമാറിനെ കുറിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത വിവാദങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായത്. നമുക്കറിയാം, പിണറായി വിജയന് ഏറ്റവും അടുപ്പമുള്ള ADGPമാരിൽ ഒരാളാണ് MR അജിത് കുമാർ. DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ലിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് MR അജിത് കുമാർ. MR അജിത് കുമാറിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം മുതൽ പൂരം കലക്കൽ വരെ നിൽക്കുന്നു. RSS മേധാവിയെ കണ്ടത് മറ്റൊരു വിവാദത്തിനാണ് വഴിതെളിച്ചത്. ഏതായാലും ഈ വിവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ അങ്ങനെ ഒരു സ്വത്ത് സമ്പാദനം നടന്നിട്ടേയില്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളെന്ന രീതിയിൽ ഒരു ക്രൈംബ്രാഞ്ചിനും MR അജിത് കുമാറിനെ തൊടാൻ കഴിയില്ല എന്ന് നമുക്കെവർക്കും അറിയുകയും ചെയ്യാം. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പൂരം കലക്കി എന്ന തരത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ടും അതിന് MR അജിത് കുമാറിന്റെ കൃത്യവിലോപം കാരണമായി എന്ന തരത്തിലൊരു റിപ്പോർട്ടും കൂടി പുറത്തു വരുന്നു. ഏതായാലും പൂരം ആർക്കെങ്കിലും വേണ്ടി കലക്കിയതാണോ, കേരളത്തിലെ പോലീസുകാർ പൊതുവെ കലക്കുന്നതാണോ എന്നൊക്കെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരള പോലീസിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാമല്ലോ. ആദ്യമേ തന്നെ ഒരു നറേറ്റീവ് കേരളത്തിലെ സർക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് പൂരം കലക്കി എന്ന് തന്നെയാണ്. സുരേഷ് ഗോപി ആ സമയത്ത് അവിടെ എത്തിയത് എന്തിനാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു. സ്വാഭാവികമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രാചാരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ BJP RSS പ്രവർത്തകർ അവിടെയൊക്കെ ഉണ്ടാവും. അവർ അവരുടെ നേതാവിനെ വിളിച്ചു വരുത്തും. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷെ അതിനെ പൂരം കലക്കലുമായി ബന്ധപ്പെടുത്തി സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ അസ്വസ്ഥരായ VS സുനിൽകുമാറും സംഘവും ഒക്കെ അവിടെ വലിയ അസ്വസ്ഥതയിലാണ്. നമുക്കറിയാം, തൃശ്ശൂരെ സീറ്റ് അത് കിട്ടിയപ്പോൾ മുതൽ ഇനി ഒരിക്കലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യം, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകളിലേക്ക് BJP വളരുമെന്ന ബോധ്യമൊക്കെ ഉണ്ടായതുകൊണ്ട് തീർച്ചയായും അതൊരു വലിയ പ്രശ്നമായി തന്നെയാണ് ഇടതുപക്ഷം എടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഏതായാലും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ സന്ദർശനം നടത്തി. തിങ്കളാഴ്ച അതീവ രഹസ്യമായി അദ്ദേഹം കൊട്ടിയൂരിൽ സന്ദർശനം നടത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടിയൂരിലേക്ക് എത്തിയ അദ്ദേഹം സ്വർണ്ണക്കുടം, അതായത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനാണ് സ്വർണ്ണക്കുടം സമർപ്പിക്കുന്നത്. അവിടെ അങ്ങനെ ആ സ്വർണ്ണക്കുടം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കുടം നേരത്തെ തന്നെ ADGP ബുക്ക് ചെയ്തിരുന്നു. ആ ADGP ബുക്ക് ചെയ്ത് എത്തിയെങ്കിലും സന്ദർശന വിവരം അതീവ രഹസ്യമാക്കണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ അതീവ രഹസ്യവുമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ദർശന സമയത്തും അവിടെയുള്ള ഭക്തർക്കാർക്കും ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ക്ഷേത്ര പരിസരത്ത് മൊബൈൽ ജാമറുകൾ പോലും ഉണ്ടായിരുന്നോ എന്ന സംശയം പോലും ഉണ്ടാകുന്നു. കാരണം അത്തരത്തിൽ അതീവ സുരക്ഷയോടുകൂടി, അതീവ ശ്രദ്ധയോടുകൂടി വാർത്തകൾ ചോരാതിരിക്കാനുള്ള സംവിധാനത്തോടെ, അല്ലെങ്കിൽ ഒരു ചിത്രം പോലും പുറത്തു വരാതിരിക്കാനുള്ള സംവിധാനത്തോടെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ ADGP അജിത് കുമാറിന്റെ പേരുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയ DGPയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയുമാണ്. നിർണായക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൊട്ടിയൂരിലെത്തി അദ്ദേഹം ഈ സ്വർണ്ണക്കുടം സമർപ്പിച്ചത്. ഏതായാലും ഈ രഹസ്യ കൊട്ടിയൂർ സന്ദർശനം വളരെ ശ്രദ്ധേയമാവുകയാണ്. മാത്രമല്ല, ഈ സമയത്ത്, അതായത് DGPയെ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ശ്രമമാണോ അദ്ദേഹം നടത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ നിന്ന് അദ്ദേഹം നേരത്തെയുള്ള കേസുകളൊക്കെ അറിയാമല്ലോ, അനധികൃത സ്വത്ത് സമ്പാദനവുമൊക്കെ ബന്ധപ്പെട്ടുള്ള കേസുകളിൽ നിന്നൊക്കെ അതിന്റെ ഒരു ഉപകാരസ്മരണയാണോ അവിടെ ഈ സ്വർണ്ണക്കുടം സമർപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും തൽക്കാലം DGP ആകാനുള്ള ചുരുക്കപ്പട്ടികയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.